ആം ആദ്മി പാർട്ടിയുടെ ഒരു റീസെൻ്റ് ഒരു സമരം നോക്കുകയാണെങ്കിൽ KSEBയുടെ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ആ ഒരു സമയത്തെ ഒരു ഇടപെടലിന് ശേഷം ഈ ഇത്രയും എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ആ വർധനമൊക്കെ സംഭവിച്ചു. ചില പോളിസികളിൽ ജനങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ മാറ്റങ്ങൾ വന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ആം ആദ്മി പാർട്ടി അതിലോട്ട് കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നതായിട്ട് കണ്ടില്ല. അല്ല, അതിലെനിക്ക് അഭിമാനമുണ്ട്, അതേപോലെ സങ്കടമുണ്ട്. കാര്യം ഇപ്പം കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് കണക്റ്റീവ് ഉത്തരം കൂടെ പറയേണ്ടതായിട്ട് വരും. അന്ന് ചോദിച്ചു റോഡ് പണിയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഈ ജനത്തിന് അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വൈദ്യുതി വർധനം എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനായിരുന്നു ആം ആദ്മി ചെയ്തത്. അതിൻ്റെ കാരണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്? ഇവിടെ ഞാൻ കാലാകാലമായി കണ്ടിട്ടുള്ള സാധനം, വൈദ്യുതി നിരക്ക് വർധനവ് ഉണ്ടായി കഴിയുമ്പോൾ ഉടനെ ഒരു പ്രകടനം, പന്തംകൊളുത്തി പ്രകടനം, KSEB ഓഫീസിലേക്ക് ഒരു മാർച്ച് കഴിഞ്ഞു, കുറേ പേര് കേസിനകത്ത് പ്രതികളാവും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയൊരു കാര്യം, എൻ്റെ അടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് തിരുവനന്തപുരത്ത്. അവരാണ് ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. അവരുടെ മുമ്പിൽ സമരത്തിന് പോയപ്പോൾ എന്നോട് തിരുവനന്തപുരം CI ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ എന്തിനാണ് സമരം സെക്രട്ടറിൻ്റെ വാതിക്കലല്ലേ ചെയ്യേണ്ടത്, റെഗുലേറ്ററി കമ്മീഷൻ ഓഫീസ് അപ്പുറത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അവിടെയല്ല തീരുമാനം എടുക്കുന്നത്, ഇവിടെയാണ് തീരുമാനം എടുക്കുന്നത്. എന്താ സംഭവിച്ചതറിയോ? KSEB വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനായിരുന്നു. KSEB ഒരു ശുപാർശ എന്നും ചെയ്യുന്നതെങ്ങനെയാണ്, ഒരു ശുപാർശ, KSEB പറഞ്ഞൊരു സംവിധാനമാണല്ലോ, അവർ നിരക്ക് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടൊരു ശുപാർശ തയ്യാറാക്കും. ശുപാർശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ ഇത്ര, ഞങ്ങൾക്ക് ചിലവായത് ഇത്ര, വരവിത്ര, ഞങ്ങൾക്ക് ഇനി നഷ്ടമാണ്, ആ നഷ്ടം കൂട്ടിത്തരണം, അതിന് ഇത്ര ഹെഡുകളിൽ നിരക്ക് വർദ്ധിപ്പിക്കണം. ഇങ്ങനൊരു ശുപാർശ നിയമപരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർമാൻ, 2 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ലീഗൽ ബോഡിയാണ്. അവിടേക്ക് ഈ ശുപാർശ ഇവർ കൊടുത്തതിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ ശുപാർശ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഒരു പബ്ലിക് പൊതു തെളിവെടുപ്പ് നടത്തണം. അതായത് KSEB നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ശുപാർശ വന്നിരിക്കും. ഈ ശുപാർശ ഞങ്ങൾ ഇതായിട്ട് പബ്ലിഷ് ചെയ്യും, ഓൺലൈൻ വഴി, പത്രങ്ങൾ വഴി. ഇതിൽ പൊതുജനത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന ഡേറ്റിൽ വന്ന് പറയണം. ഇത് രണ്ടും കേട്ടതിന് ശേഷം KSEB ഇത് തള്ളും അല്ലെ കൊള്ളും. ഇങ്ങനെയാണ് പോകുന്നത്. കാലാകാലമായി നടന്നുകൊണ്ട പരിപാടി. ഈ ശുപാർശ കൊടുക്കും. റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന റിട്ടയർഡ് IAS ഓഫീസറായിരിക്കും. അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആൾ. അദ്ദേഹത്തിന് ഇത് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് പോസ്റ്റ് കൊടുത്തിരിക്കുകയാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൂടിയിരിക്കുന്നത് KSEB എന്നുള്ള റിട്ടയർഡ് 2 ഉദ്യോഗസ്ഥരെ അപ്പുറത്തിപ്പുറത്തിരിക്കും. ഇവരിങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ ചരമക്കോളം ഇടുന്നതിനേക്കാളും മോശമായിട്ട്, ചരമക്കോളം നമുക്കറിയാമല്ലോ, നമ്മൾ ചെറുതായിട്ടിടും അറിയിക്കുക, അതിനേക്കാളും ചെറുതായിട്ട് ഒരു മനുഷ്യനും വായിക്കരുത് എന്ന ആഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ ചെറുതായിട്ട് പൊതു തെളിവെടുപ്പ്, ഇതാരെങ്കിലും വായിക്കത്തില്ല, അവിടേക്ക് ആരെങ്കിലും ചെല്ലത്തില്ല. ഞാൻ ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്തു, നമ്മൾ ജനത്തെ അവിടേക്ക് എത്തിച്ചു. തിരുവനന്തപുരത്തും പാലക്കാടും എറണാകുളത്തും കോഴിക്കോടും ആയിരക്കണക്കിന് മനുഷ്യർ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഹിയറിംഗിലേക്ക് വന്നു. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചായിരുന്നു. ബോർഡ് റൂം മാറ്റിയിട്ട് മറ്റേ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ടി വന്നു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൻ്റെ താഴത്തെ റൂമാണ് ബുക്ക് ചെയ്തത്. താഴത്തെ റൂം ബുക്ക് ചെയ്തപ്പോൾ 50 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 1600 പേര് രജിസ്റ്റർ ചെയ്തു. പക്ഷേ 1000 സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് പോയി. ഇതിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇവരുടെ ഒരു ഓഫീസുണ്ട്. നമ്മുടെ ഈ ഇരിക്കുന്ന റൂമിൻ്റെ അത്ര ഒരു ഓഫീസാണ്. ഇവിടെയാണ് അവരുടെ ക്യാബിൻ, ഇവരിയ്ക്കുന്നത് ചെറിയൊരു സ്ഥലം. ഇവിടെ KSEBയുടെ ഉദ്യോഗസ്ഥർ വന്ന് സൈഡിലങ്ങ് ഇരിക്കും. അവരാ ശുപാർശ കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഹിയറിംഗ് എന്നാണ്. പൊതുജനം എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കുറച്ച് പേരിരിക്കും. അതാരാന്നറിയോ? ഈ KSEB ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരും സഹോദരിമാരും ബന്ധുക്കളും. ഇവരാണ് പൊതുജനം. എന്നിട്ട് ഇതുപോലെ ഭയങ്കര രസമാണ്. ഈ ശുപാർശ നമ്പർ വിളിക്കും. അപ്പം KSEB ഉദ്യോഗസ്ഥർ എഴുന്നേക്കും, അവരുടെ വക്കീൽ എഴുന്നേറ്റ് ഇന്ന കാരണങ്ങളാണ്, അവർ പഠിച്ചിട്ടാണല്ലോ വരുന്നത്, പഠിച്ചിട്ടല്ല അവർ ബോധ്യപ്പെടുത്തും. ഉടനെ പബ്ലിക്കിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? അപ്പം അവിടെ ഇരുന്ന ഒരാൾ പറയും നോ ഒബ്ജക്ഷൻ യുവർ ഓൺ എന്ന് പറയും, തീർന്നു. KSEB നൽകിയ ശുപാർശയിൽ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് തെളിവെടുപ്പ് നടത്തിയെന്നും തെളിവെടുപ്പിൽ ഇത്ര പേർ പങ്കെടുത്തുവെന്നും അവരിത് പറഞ്ഞുവെന്നും ആ പറഞ്ഞതിൽ വലിയ കാര്യമില്ലെന്നും അതുകൊണ്ട് ഞങ്ങൾ നിരക്ക് വർദ്ധിപ്പിക്കും. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടി ഇടപെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പൊതു തെളിവെടുപ്പിലേക്ക് പോകണം. 1600 പേര്, 1000-ലധികം പേര് പാലക്കാടും കോഴിക്കോടും തിരുവനന്തപുരത്തും പോയി. ഞാൻ തിരുവനന്തപുരത്ത് പോയ ആളാണ്. 2 ദിവസമായിട്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് ഹാളിലേക്ക് മാറ്റി, പ്ലാനറ്റോറിയം ഹാളായിരുന്നു മാറ്റി. അപ്പം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മാഭിമാനത്തോടെ പറയാൻ സാധിക്കും, എല്ലാ മീഡിയ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർ കൊടുത്ത ശുപാർശയിൽ 5 ഹെഡുകൾ, അതായത് 5 പ്രധാനപ്പെട്ട ശുപാർശകൾ റെഗുലേറ്ററി കമ്മീഷൻ തള്ളി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്മർ ചാർജ് വർദ്ധിപ്പിക്കണം എന്നായിരുന്നു. അതായത് നമ്മുടെ സമ്മർ ചാർജ് ഉണ്ട്, അതിന് എക്സ്ട്രാ ചാർജ്, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റിൽ നിന്നും സമ്മർ ഉള്ള ഒരു സീസണിൽ
താരിഫ് വർദ്ധിപ്പിക്കണം, അതിനു വേണ്ടി മാത്രം ആ സീസണിൽ മാത്രം കമ്മീഷൻ്റെ KSEBിയുടെ ശുപാർശയായിരുന്നു. അത് എഴുതി കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. എന്താ പറയുക, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസം സമ്മറാണെന്നാണ് KSEB പറയുന്നത്. ഇവിടെ ജനുവരിയിൽ സമ്മറൊന്നുമല്ല, ഫെബ്രുവരിയിൽ സമ്മറല്ല, മാർച്ചും വലിയ സമ്മർ, 2 മാസമാണ് ഇവിടെ വേനലുള്ളത്. 5-6 മാസം, അതായത് ഒരു വർഷത്തിൽ 12 മാസമാണെങ്കിൽ 6 മാസവും സമ്മറാണെന്നും ഈ സമ്മർ ചാർജ് എക്സ്ട്രാ വർദ്ധിപ്പിക്കുന്ന ശുപാർശ ഉണ്ടായിരുന്നു. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആം ആദ്മി പാർട്ടി എഫേർട്ട് എടുത്തില്ലായിരുന്നുവെങ്കിൽ, ഒബ്ജക്ഷൻ ഇല്ല എന്നതിൻ്റെ പുറത്ത് ആ സമ്മർ ചാർജ് KSEBിയുടെ ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. അത് നമ്മുടെ സമരത്തിൽ സംഭവിച്ചതാണ്. പക്ഷേ എനിക്കുള്ള സങ്കടം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു, ഒരു മീഡിയയും തൊട്ടുപോലും നോക്കിയില്ല. ഈ 4 സ്ഥലത്തും ഇപ്പോൾ ഒരു 10 പേര് ഒരു മുഖ്യമന്ത്രി പോകുമ്പോൾ കരിങ്കൊടി കാണിച്ച് പൊങ്ങിച്ചാടിയാൽ മീഡിയയിൽ ലൈവ് കവർ ചെയ്തു. പക്ഷേ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഈ കൊച്ചിയിൽ നടന്നത് ടൗൺ ഹാളിലാണ്. ടൗൺ ഹാളിൽ അറിയാൽ എത്ര സീറ്റ് ഉണ്ടെന്ന് അറിയാലോ, അതിന് മേളിൽ ഗാലറി ഉണ്ടല്ലോ, അവിടെ ഫില്ലായിരുന്നു. ഈ ഒരു സ്ഥലത്ത് പോലും ഒരു മീഡിയ പോലും അവരുടെ ഒരു 5 മിനിറ്റ് സമയം ഈ വിഷയത്തിൽ തന്നില്ല. കേരളത്തിലെ ജനങ്ങൾ, എനിക്ക് അത്തരം കാര്യങ്ങളോട് ഭയങ്കര വിഷമമുണ്ട്. ജനങ്ങൾ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് സംസാരിച്ചു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജനകീയമായിട്ടുള്ള ഡിബേറ്റുകളോ വിഷയങ്ങളോ, നമ്മളിപ്പം നമുക്കറിയാം അതിജീവിതയ്ക്ക് നീതി കൊടുക്കണമെന്ന് പറഞ്ഞിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പൊതുസ്ഥലത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ 200 രൂപയ്ക്ക് വരാൻ നാളെ മുതൽ 1000-2000 രൂപ വരെ. അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് കഴിയാവുന്ന എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ നേരെ സൂചിപ്പിച്ചില്ലേ, ചില സമയത്ത് മനസ്സ് മടുക്കും ഭയങ്കരമായിട്ട്. ഇത് ആർക്ക് വേണ്ടി ഇത് പറയുന്നു? ഞാൻ ഭയങ്കര വിഷമത്തോട് സംസാരിക്കും. ഇത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഞാൻ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, കാരണം ഞാൻ ഫീസ് വർദ്ധിപ്പിക്കും. ഇപ്പം എനിക്ക് സീരിയസ്ലി ഇപ്പം കെന്നി ഇപ്പം നാളെ എനിക്ക് ഒരു കേസ് തരുമ്പോൾ ഞാൻ കെന്നിയുടെ നിന്ന് വാങ്ങിക്കുന്ന ഫീസ് ഇത്രയാണെങ്കിൽ എൻ്റെ മന്ത്ലി വരുമാനത്തിൽ KSEB ചാർജ് വർദ്ധിപ്പിച്ചാൽ ഞാൻ അതിൽ ആ വരുമാനം ഇവിടെ കയറ്റും, കാരണം ഞാൻ പ്രൊഫഷണലാണ്. പക്ഷേ ഇത് ബാധിക്കുന്ന ആരാണ്? ഇത് ബാധിക്കുന്നത് ഒരു നിശ്ചിത എമൗണ്ട് വീട്ടിൽ കിട്ടുന്നവരെയാണ്. ഇത്ര രൂപ അവിടെ, ഇത്ര രൂപ ഇവിടെ, അല്ലേ? ഈ മനുഷ്യരൊന്നും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു ഐക്യം രൂപപ്പെട്ടില്ല, പൊതുവേദികളുണ്ടായിട്ടില്ല, പൊതു ചർച്ചകളുണ്ടായിട്ടില്ല. ആം ആദ്മി പാർട്ടി എൻ്റെ അടുത്ത് വേണ്ട, ഇവിടെ ജനകീയ കൂട്ടായ്മകളില്ല, അവർക്ക് ഈ വിഷയമായിട്ട് എടുക്കാമല്ലോ, അവർക്ക് ഈ വിഷയം നമ്മൾ ഓപ്പണാക്കി കൊടുത്തല്ലോ. പക്ഷേ അതിലെനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, കെന്നി, ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഇപ്പം ഇതിപ്പോൾ ഇനിയും ഒരുപക്ഷെ ഇതിപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും, ചിലപ്പോൾ നിങ്ങളും ഞാനും ഒക്കെ കേസ് വരും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി അത് പേടിച്ചാലും ഞാൻ പറഞ്ഞു. എന്താ അറിയോ, ഞാൻ ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുത്തു. ആ കേസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇവന്മാർ കാണിച്ച ഏറ്റവും വലിയ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുതെളിവെടുപ്പ് നടത്തി. ഈ തെളിവെടുപ്പ് നടത്തിയപ്പോൾ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയുടെ അല്ല ഈ നോട്ടിഫിക്കേഷന്മാർ പ്രസിദ്ധീകരിച്ചത്, ഇംഗ്ലീഷ് ഭാഷയിലാണ്. പക്ഷേ ആക്റ്റിൽ പറയുന്നുണ്ട്, നിയമത്തിൽ പറയുന്നുണ്ട്, എന്ത് പ്രാദേശിക ഭാഷയിൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കണം. അത് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം ഇതിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സമയമുണ്ടല്ലോ, ഒരു 10-40 ദിവസം, ഈ സമയത്ത് കൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് ഇതായിരുന്നു, ഈ പൊതു തെളിവെടുപ്പ് 4 സ്ഥലത്താണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 1000-ലധികം പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷേ ഇവർക്ക് അത് സംസാരിക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി ഡയറക്ഷനിൽ പൊതു തെളിവെടുപ്പ് മറ്റ് സ്ഥലങ്ങളിലൂടെ നടത്തണം. 4 സ്ഥലത്ത് ജില്ലയിൽ നടത്തി, പറ്റത്തില്ല, എല്ലാ ജില്ലയിലും നടത്തണം, എന്നിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് കൊടുത്തു. ഹൈക്കോടതി ഈ കേസ് തള്ളി. ഈ തള്ളാനുള്ള കാരണം എന്താ പറയുക, അത്ഭുതപ്പെടുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, കേസ് തള്ളാനുള്ള കാരണം, ഞാൻ ആ കേസ് കൊടുത്ത കേസിൻ്റെ പെറ്റീഷണർ ഞാനായിരുന്നു. ഈ കേസിൻ്റെ മെറിറ്റിലോട്ട് ഹൈക്കോടതി പോയില്ല. നിങ്ങൾ ഇതിൻ്റെ താളല്ലെന്നല്ലേ? ഞാൻ കൺസ്യൂമർ അല്ലെന്ന് സത്യം. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ ആ കേസിനകത്ത് നമ്മളൊരു കേസിന് ലോക്കൽ സ്റ്റാൻഡി, അതായത് നിങ്ങൾ ആദ്യം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് ലോക്കൽ സ്റ്റാൻഡി, അതായത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് എത്തി, നിങ്ങളുടെ പേരിൽ ഒരു മീറ്റർ ഉണ്ടായാൽ പോലെ. അപ്പോൾ അത് എനിക്ക് പറ്റിയില്ല, അതെൻ്റെ കഴിവുകേടായിട്ടും അല്ലെങ്കിൽ എന്ന് പറയും. പക്ഷേ അതല്ല, കാരണം ഞാൻ കൺസ്യൂമർ ആണല്ലോ. എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ബില്ല് വരുന്നത്. പക്ഷേ ഞാൻ കൺസ്യൂമർ അല്ല. ഞാൻ എങ്ങനെ കൺസ്യൂമർ ആവാതിരിക്കും? ഞാനും കൂടെ നികുതി കൊടുക്കുന്ന സംവിധാനമല്ലേ ഇതല്ല, അല്ല ഞാൻ ബില്ലടയ്ക്കുന്നില്ല. അപ്പോൾ ഈ കാരണത്താൽ തള്ളി, മെറിറ്റിലോട്ട് ഞങ്ങൾ പോകുന്നില്ല. എന്നിട്ട് കോടതിക്ക് മനസ്സിലായി, കോടതി ഇരുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കേസിനകത്ത് മെറിറ്റ് ഉണ്ടെന്ന്. ഈ സാധാരണ കേസ് തള്ളുമ്പോൾ എന്താ ചെയ്യുന്നറിയോ, നമുക്കൊരു വഴി തുറന്നു തരത്തില്ല, ആത്യന്തികമായി തള്ളിക്കളയും. അതായത് നീ വഴിക്കോട്ട് വരരുതെന്ന് പറഞ്ഞാൽ തള്ളുന്നത്. പക്ഷേ കോടതി അതിനകത്തൊരു വഴി ഓപ്പൺ ആക്കിയിട്ടു. അതായത് കോടതിയുടെ ഉള്ളിൽ കുറ്റബോധം, ജഡ്ജസിൻ്റെ ഉള്ളിൽ കുറ്റബോധം, ഇപ്പം വന്നത് കറക്റ്റ് കാര്യത്തിനാണ്, പക്ഷേ ഞങ്ങൾക്ക് വേറെ താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ടായി തള്ളിയത് എനിക്കറിയാം. ഇത് തള്ളിയതിൻ്റെ താല്പര്യം, ഈ കേസ് അന്ന് ഹൈക്കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ സിഗ്നേച്ചറിലൂടെ പതിപ്പിക്കുക.
അപ്പം ഞങ്ങളുടെ ചിലവിൽ, ജുഡീഷ്യലിൻ്റെ ചിലവിൽ ആം ആദ്മി പാർട്ടി രക്ഷപ്പെടണമെന്ന് വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തള്ളിയത് എനിക്കറിയാം. ഞാനത് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. അത് അങ്ങനെ ഒരു സ്റ്റാൻഡ് അവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതായത് ഹൈക്കോടതിയുടെ ആ വിധി വന്നാൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, ഞങ്ങളുടെ ക്രെഡിറ്റ് എന്തായിരിക്കും? പക്ഷേ ഒരുപക്ഷെ കോടതി ധരിച്ചാണ് വേണ്ട, ഇപ്പോൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കണ്ട. ആ അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ പുറത്ത് തള്ളിയിട്ട് കോടതി ഒരു വഴി ഓപ്പൺ ചെയ്തിട്ടു. എന്താ അറിയോ ആ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾക്ക് ഇതേ കോടതിയിലേക്ക് വീണ്ടും വരാവുന്നു. എങ്ങനെ? ഈ വിഷയം പരിഹരിച്ചാൽ, അതായത് ഒരു കൺസ്യൂമർ നമ്പർ ഉള്ള ആളെ കൊണ്ടുവരണം. അത് അങ്ങനെ സാധാരണ കോടതി ചെയ്യാറില്ല. തള്ളിയിട്ട് പറയാണ് ഈ വഴിക്കോട്ട് ഇനി വരരുതെന്ന് പറഞ്ഞാണ് തള്ളുന്നത്. ഒരു പിഴ ഈ പിഴ അടിച്ചില്ല, വരണ്ടാതും പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ പുറത്ത് ലീഗൽ നമ്മൾ നടത്തി, ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ നടത്തി. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനായിരുന്നു വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് KSEB ഒരു സുപ്രാബ്ദത്തിൽ വർദ്ധിപ്പിക്കുകയല്ലെന്നും അതിലൊരു ശുപാർശയുണ്ടെന്നും ആ ശുപാർശ കൊടുക്കുന്ന റെഗുലേറ്ററി കമ്മീഷനിലാണെന്നും ആ റെഗുലേറ്ററി കമ്മീഷൻ ഇരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ പോയി പ്രോപ്പർ ഇനി വേറെ കാര്യം കൂടെ ഉണ്ട്, ഇതിനെ എതിർക്കണമല്ലോ, ഇവർ കൊടുത്ത ശുപാർശ നമ്മൾ എതിർക്കണമല്ലോ. എന്ത് വെച്ച് എതിർക്കും? കൈ കൊണ്ട് കാണിച്ച് എതിർക്കാൻ പറ്റും? അതായത് ഇവർ കുറേ രേഖകൾ കൊടുക്കുന്നുണ്ട്, കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഈ ഡോക്യുമെൻറ്റ്സും പബ്ലിഷ് ചെയ്യണം. ആ ഡോക്യുമെൻറ്റ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എനിക്ക് കിട്ടണ്ടേ? അതെനിക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ ഒന്നുകിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം അപേക്ഷ കൊടുക്കണം. ആ ഡോക്യുമെൻറ്റുകൾ ഏതാണെന്ന് പോലും അറിയത്തില്ല. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് എന്നെ കോഴിക്കോട് നിന്ന് ഈ വിഷയം നമ്മൾ ഏറ്റെടുത്ത് ഒരു മാഡം വിളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവർ പറഞ്ഞത്, സാറേ നമുക്കും അങ്ങ് കുറച്ച് പേര് ചോദ്യം ചോദിച്ചില്ല, അതായത് ജനങ്ങൾക്ക് ഇതിനകത്ത് വല്ലതും പറയാൻ അഭിപ്രായമുണ്ടോ? എന്നോട് ആ മാഡം പറഞ്ഞതാണ്, സാറേ നിരക്ക് വർദ്ധിപ്പിച്ചാലും വർദ്ധിപ്പിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട് സാറേ. എനിക്ക് എന്താണ് മാഡം, ഞാൻ കോഴിക്കോട് നടന്ന ഹിയറിങ്ങിൽ നിന്ന് പങ്കെടുത്തു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നാട്ടിൽ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയാൻ എനിക്കൊരു വേദി ഉണ്ടല്ലോ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതായത് ആം ആദ്മി വേദിയല്ല, റെഗുലേറ്ററി കമ്മീഷൻ അവിടെ പോയി അവർ കുറേ ചീത്തയാണ് പറഞ്ഞത്. അല്ലാതെ അവർ അപ്പം റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ അവിടെ ഇരുന്നോട് പറയുന്നത്, നിങ്ങൾ ഡോക്യുമെൻ്റ് സംസാരിക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എൻ്റെ ഒരു ഡോക്യുമെൻറ്റും തേങ്ങയില്ല സാറേ, ഞാൻ ഇവിടെ വന്നത് ഈ നിരക്ക് വർധനവ് തെണ്ടിത്തരാന്ന് പറയാനാണെന്ന്. അവർക്ക് ആ തെണ്ടിത്തരമാണെന്ന് പറയാൻ വേണ്ടി അവർക്ക് അവിടെ ഒരു അവസരം കിട്ടി. അവർ പറഞ്ഞു ഇങ്ങനെ സംവിധാനം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ എനിക്ക് പോയി പറയാമല്ലോ എന്ന്. അപ്പോൾ ഇത് പറയാനുള്ള സംവിധാനം പോലും ഇല്ല, ഡോക്യുമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇത് പൊളിച്ചെടുക്കണം, പൊളിച്ചെഴുതണം. അല്ല, അതാണല്ലോ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്ന് എപ്പോഴും പറയുന്നത്. ഇപ്പം നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിലെ പൊളിറ്റിക്സിലൊക്കെ എപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ ഹിയറിങ്ങിന് വിളിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് പൊതുജനങ്ങൾക്ക്. അതായത് നീ ഇവിടെ വന്നിരി, നിന്റെ അടുത്ത് ഞാൻ 4 ചോദ്യം ചോദിക്കട്ടെ. ഇരുന്ന് എല്ലാത്തിനും പൂച്ചയെ പോലെ ഇരുന്ന് മറുപടി പറയാൻ ഗതികേടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണല്ലോ നമ്മുടെ EDM പോലീസ് പല സ്ഥലങ്ങളിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ആയിരിക്കും. അപ്പൊ ജനങ്ങൾക്കൊരു അവസരം കൊടുത്താൽ പോലീസിനെ വിളിച്ചിരുത്തി ജനം ചോദിക്കും. അതിനൊരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. അത് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ആ സത്യത്തിൽ കുറച്ച് ഗതികെട്ടവരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 5 വർഷം കൂടുമ്പോഴെങ്കിലും ഒന്ന് തിണ്ടി നമ്മുടെ അടുത്ത് വരേണ്ട ഒരു ഗതികേടുണ്ട്. ആ ഗതികേട് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പലതും. അങ്ങനെയാണല്ലോ ഈ ഇലക്ഷൻസ് വെറും ചടങ്ങുകളായി മാറുന്ന ഒരു രീതിയിലേക്ക് ഇതിനെ പുഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത വളരെ വളരെ സുഖമുള്ള പൊസിഷനിൽ ഇരിക്കുന്നവരാണ് ഉദ്യോഗസ്ഥർ. അങ്ങനെയുള്ളവരെ പോലും ഈ ഹിയറിങ്ങിന് വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു സംവിധാനം പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മളെപ്പോഴും ഈ ED എന്ന് പറയുമല്ലോ, നമുക്ക് ED ആരാന്നറിയില്ലല്ലോ. ED എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, നമ്മുടെ മധു ഫാദറായിട്ട് ഹിറ്റ് പടമുണ്ട്. കേന്ദ്ര നേതാക്കന്മാർ വന്ന് റെയ്ഡൊക്കെ പോയി, മറ്റേ ചതുരംഗമല്ലല്ലോ, പഴയ സിനിമ. മധു അപ്പനായിട്ട് മോഹൻലാലും മകനായിട്ട് ബാംഗ്ലൂർ. പടത്തിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ പടം അത് ED എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾ പറഞ്ഞത് ED എന്ന് പറഞ്ഞാൽ ആരാണ് ED? ഏത് കുറേ ആൾക്കാരാണ് നേതാക്കന്മാർ അല്ലേ, നമുക്കറിയില്ല ആരാണ്. ED എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവരുടെ പേര് പോലും നമ്മൾ പുറത്ത് പറയുന്നില്ലല്ലോ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കൊടുക്കണ്ട ഏതോ ഒരു കേസിൽ നിന്ന് കേജ്രിവാൾ കുറ്റവിമുക്തനായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറ്റം ആരോപിക്കപ്പെടുന്നു, കുറച്ച് കാലം പിടിച്ച് ജയിലിലിടുന്നു, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ കുറ്റവിമുക്തനാക്കുന്നു. ഇതിനകത്ത് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പോൾ വിളിച്ചിരുത്തിയ ആളെ ചോദ്യം ചെയ്യാനൊരു സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർക്ക് കേജ്രിവാളിനെതിരെ കള്ളക്കേസ് എടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചു നിർത്തി നീയൊക്കെ എന്നെ നാടാ കഴിഞ്ഞ 1 വർഷമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പബ്ലിക്കായിട്ട് ചോദ്യം ചെയ്യാനൊരു അവസരം ഉണ്ടെങ്കിൽ അവൻ അതിന് മുതിർന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കും. പക്ഷേ അതിലൊന്നും അവർ പെടില്ല എന്നുള്ള രീതിയിലുള്ള പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം കണ്ടല്ലോ, അവർക്കെതിരെ കേസ് പോലും എടുക്കാൻ പറ്റിയില്ല. അവരാ റോഡിലിരിക്കുമ്പോൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അവർക്ക് അല്ല. അതിനകത്ത് എനിക്കൊരു ഇതുള്ളത്, നിങ്ങൾ പറഞ്ഞതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഞാൻ ഈ ഇടയ്ക്ക് ബൈജു തെറ്റാല എന്ന് പറയുന്ന കേംബ്രിഡ്ജിലെ മേയർ മലയാളിയാണ്, കോട്ടയംകാരനാണ്, UK. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ബ്യൂട്ടിഫുൾ സാധനം. കാരണം ഈ നിയമം എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് ബ്രിട്ടീഷുകാരൻ. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച സാധനം പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി. നേരത്തെ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ പോലൊരു സാധനമാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി.
യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഈ ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് അടി നടത്തിയ സമയത്ത് യതീഷ് ചന്ദ്രയെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ മുമ്പിൽ വന്നപ്പോൾ ഒരു കൊച്ച് പറഞ്ഞത്, സാറേ ഇദ്ദേഹമാണ് എൻ്റെ അച്ഛനെ അടിച്ചതെന്ന് പറയുന്നൊരു പിക്ചർ അന്ന് വലിയ വിവാദമായിരുന്നു. അതായത് യതീഷ് ചന്ദ്ര അവിടെ ഇരിക്കുന്നു, അടി കൊണ്ട ഒരു പ്രായമുള്ള മനുഷ്യരിക്കുന്നു, അയാളുടെ കുഞ്ഞു കൂടെയുണ്ട്. അപ്പം കളക്ടറാണ് പോലീസ് കംപ്ലയിൻറ്റ് ചേർന്നത്. അദ്ദേഹം കുഞ്ഞു പറയണം, സാറേ ഇയാളാണ് എൻ്റെ അച്ഛനെ അടിച്ചത്. ഭയങ്കര ഒരു സാധനമാണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി. പക്ഷേ കേരളത്തിൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഇപ്പോൾ ഒരു ജില്ലയിലും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല. പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ കേസുകൾ ചെന്നാൽ നമ്മൾ കുറേ നാൾ കയറി നടക്കണം, പക്ഷേ ഇല്ല. അപ്പോൾ ഈ ബൈജു തിട്ടാല പറഞ്ഞ സാധനം എന്തോ അറിയോ, നിങ്ങൾ പറഞ്ഞ ബ്യൂട്ടിഫുൾ സാധനം അവിടെ ഉണ്ട്. ഇവിടുന്ന് ബ്രിട്ടീഷുകാർ നിയമം എഴുതിപ്പോയി. ബ്രിട്ടീഷുകാർ എഴുതി പോകുമ്പോൾ അവൻ പറയുന്നുണ്ട്, എടേ ഇത് കാലാകാലത്തിൽ അമെൻമെൻറ്റ് ചെയ്തോണം, അതിനാണ് ഇവിടെ പാർലമെൻറ്റും ഒക്കെ ഉള്ളത്. ഇവിടെ എന്തെങ്കിലും അമെൻമെൻറ്റ് പ്രോപ്പറായി നടന്നിട്ടുണ്ടോ? പക്ഷേ അവരവിടെ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിവിടെ ക്രോസ് കേസ് എടുക്കുന്ന സമയം മുതൽ ഒരു ലീഗൽ പ്രാക്ടീഷണറുടെ സഹായം ആ സ്പോട്ടിൽ അവിടെയുണ്ട്. ആ സ്പോട്ട് മുഴുവൻ അതായത് ഒരാളെ കുറ്റവാളിയാക്കുന്നതിന് മുമ്പ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അത് ശിക്ഷിക്കണം. പക്ഷെ അതിനു മുമ്പ് ഈ പ്രോസസ്സ് നമ്മൾ നടക്കുന്നുണ്ട്. അതായത് അതിന് മുമ്പ് അല്ല, ചോദ്യം ചെയ്യുക പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ കുറ്റകൃത്യം ചെയ്താൽ അല്ലെങ്കിൽ അയാൾ ഫേക്കായ ഒരു കേസ് ഉണ്ടാക്കിയാൽ അയാളെ തിരിച്ച് വിളിച്ചിരുത്തി 1 by 1 ആയിട്ട് ചോദ്യം ചെയ്ത് സർവീസിൽ നിന്ന് മാറ്റുന്ന നിയമങ്ങൾ അവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വാക്കാണ്, അക്കൗണ്ടബിൾ ആയിരിക്കും. ഞാൻ പ്രോപ്പറായിട്ടേ ചെയ്യത്തുള്ളൂ തീരുമാനിച്ച പ്രശ്നം തീരും. ഇവിടെ അതില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം ചില രാജ്യങ്ങളിൽ ലോക്കൽ പോലീസ് ഒരു മേധാവി എന്ന് പറയുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ്, ഉദ്യോഗസ്ഥനല്ല. അതായത് അവിടെ ആർക്കും ലോക്കൽ പോലീസ് മേധാവിയാകാം. അതായത് ഇപ്പം എടപ്പള്ളിയിലെ ഇവിടെ അടുത്തോടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് പോലീസ് സ്റ്റേഷൻ്റെ മേധാവി. യൂണിഫോം ഒക്കെ ഇട്ട് ഇലക്ഷൻ ജയിച്ച് അവിടെ പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ആ നാട്ടിലെ ഒരാളെയാണ് അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത്, അല്ലാതെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് ഒരാളല്ല. നാളെ ഓടി അങ്ങോട്ടും പോകാനും ഇല്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അക്കൗണ്ടബിലിറ്റി വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇതിനൊക്കെ സംവിധാനങ്ങളെ കുറിച്ച് മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായ പലതും ഉണ്ട്. നമുക്ക് പല നാട്ടിൽ നിന്നും പലതും പഠിക്കാനുണ്ട്.